ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിന് ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനെയാണ്. അപ്പോൾ മുത്തശ്ശനാണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുമ്പോൾ മുത്തശ്ശി കരഞ്ഞുകൊണ്ട് വരികയാണ്. എനിക്ക് ഒരു മനസ്സമാധാനവും ഇല്ല, കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല, എനിക്ക് ആകെ ടെൻഷനാവുന്നു. എൻ്റെ മോൾ അവിടെ കിടക്കുകയല്ലേ ജയിലിനുള്ളിൽ. എനിക്കതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നു. ഇദ്ദേഹം എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്താ വസുന്ധരെ, എനിക്കപ്പോൾ സങ്കടമില്ലെന്നാണോ പറയുന്നത്? ഞാൻ ആ കാര്യത്തെക്കുറിച്ച് തന്നെ ആലോചിക്കുകയായിരുന്നു. എങ്ങനെ നയനമോളെ പുറത്തിറക്കും, എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വസുന്ധരെ. അതിനെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. എനിക്കും ഒട്ടും സഹിക്കാനായിട്ട് പറ്റുന്നില്ല. നയനമോളുടെ ആ മുഖം തന്നെയാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടി വരുന്നത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ഇങ്ങനെ പറയുകയാണ്. എങ്ങനെയെങ്കിലും പുറത്തിറക്കണ്ടേ, നയനമോൾ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്കറിയാം എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ഉടനെ തന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കള്ളക്കളികൾ, നമ്മളുടെ കള്ളക്കളികളൊക്കെ ചില പിടിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അവിടെ തെങ്ങൾ പറയുകയാണ് നമ്മുടെ മുത്തശ്ശൻ. ഇതൊക്കെ കേട്ടപ്പോഴേക്കും മുത്തശ്ശിക്ക് ഇതൊന്നും കേൾക്കാനുള്ള ത്രാണിയില്ല. ഭയങ്കര ഇങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവീനെയാണ്. അപ്പം നവീൻ്റെ മുത്തശ്ശനും കൂടി സംസാരിക്കുകയാണ്. അപ്പം മുത്തശ്ശൻ പറയുകയാണ്, മോനെ നവീനെ, ദേ നയനമോളെ ഇറക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. ആ കുടുംബത്തിന് വേണ്ടി നമ്മൾ എത്ര ചെയ്താലും അതൊന്നും മതിയാവില്ല. അപ്പോൾ വേണ്ട വിധത്തിലെ എല്ലാ കാര്യങ്ങളും ബാധിക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും മുത്തശ്ശ, അതെനിക്കറിയാലോ മുത്തശ്ശ, നയനയെ കുടുക്കിയതാണ്, അതിന് യാതൊരു സംശയമില്ല. പിന്നെ ആദർശേട്ടനെ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അവർ നോക്കിയത്. പക്ഷെ അതൊന്നും നടന്നില്ല. അതുകൊണ്ടാണ് നയനേച്ചിയെ കൊടുക്കാനായിട്ട് അവർക്ക് സാധിച്ചത്. പക്ഷേ ഒരു പെണ്ണെന്ന പരിഗണനയും പിന്നെ ഗർഭിണി എന്നുള്ളൊരു പരിഗണനയൊക്കെ കൊടുത്തുകൊണ്ട് നയനേച്ചി അത്രയ്ക്കും ഇതിലോട്ടൊന്നും കൊണ്ടുപോകില്ലെന്നാണ് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇതിനുള്ള തെളിവുകളെല്ലാം ഞാൻ ശേഖരിക്കുക തന്നെ ചെയ്യും മുത്തശ്ശ എന്ന് പറഞ്ഞു മുത്തശ്ശന് വാക്ക് കൊടുക്കുക. മുത്തശ്ശൻ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. മുത്തശ്ശൻ അവിടെ നിന്ന് എണീറ്റ് പോയി കഴിഞ്ഞപ്പോഴേക്കും ദേ വിളിക്കുന്നു നമ്മുടെ അനി. നവീനെ വിളിക്കുകയാണ്. അപ്പോൾ ഹനി വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താടാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എടാ നവീനെ, ദേ നാളെ കേസ് കോടതിയിൽ വാദിക്കാൻ നേരത്ത് ദേ നയനേട്ടത്തിയെ പുറത്തിറക്കുന്ന രീതിയിൽ തന്നെ വേണം നീ വാദിക്കാനായിട്ട്. നീ എങ്ങനെയെങ്കിലും നയനേട്ടത്തിയെ പുറത്തിറക്കണം, നമ്മുടെ ശത്രുക്കളെയൊക്കെ നമ്മൾ തകർത്തടിക്കണം എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ നവീൻ മനസ്സ് ചിന്തിക്കണം. എടാ എത്തിക്കേണ്ടവരൊക്കെ എൻ്റെ മുന്നിൽ എത്തിച്ചു കഴിഞ്ഞടാ, ഇനി നീ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ നവീൻ മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോൾ വീണ്ടും അനി പറയണം, എടാ ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? ഏട്ടത്തിക്ക് ഒരു ആപത്തും വരാനായിട്ട് പാടില്ല. ഇനി ഏട്ടത്തി ജയിലിലേക്ക് പോകാനായിട്ട് പാടില്ല. എങ്ങനെയെങ്കിലും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയേ മതിയാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഹെടാനി, അതൊക്കെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാൻ ചെയ്യാനായിട്ട്. ആ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുമുണ്ട്. നീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട. നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. വേണ്ട വിധത്തിൽ ഞാൻ ബാധിച്ചോളാം. അതിനുള്ള പരിപാടികളെല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വയ്ക്കുക. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്ക് നന്ദുവിൻ്റെ മെസ്സേജ് വരികയാണ്. നന്ദുവിൻ്റെ മെസ്സേജ് വന്ന് നന്ദു അതിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, നവീനേട്ട വേണ്ട തെളിവുകളെല്ലാം, എന്തൊക്കെ തെളിവുകളാണ് അതൊക്കെ വേണ്ടതെല്ലാം ഞാൻ ശേഖരിച്ച് നവീനേട്ടൻ്റെ മുന്നിൽ എത്തിച്ചോളാം. പക്ഷേ എൻ്റെ ചേച്ചി ഇനി ഒരിക്കലും ജയിലിലേക്ക് പോകാൻ പാടില്ല. ചേച്ചി നാളെ തന്നെ പുറത്തിറങ്ങണം. നവീനേട്ടൻ അതേപോലെ തന്നെ വാദിച്ചോളണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നവീന് ഭയങ്കര സന്തോഷം തോന്നുക. അപ്പോൾ നവീൻ തിരിച്ച് മെസ്സേജ് എടുക്കുകയാണ്, നന്ദു നീ എന്തിനാ പേടിക്കുന്നത്? ഞാനില്ലേ കൂടെ. ഉറപ്പായിട്ട് നിൻ്റെ ചേച്ചി ജയിലിലേക്ക് പോകില്ല. ഞാൻ നിൻ്റെ ചേച്ചിനെ ഇറക്കിയിരിക്കും. അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ ആവേണ്ട യാതൊരു കാര്യമില്ല നന്ദു എന്നും പറഞ്ഞുകൊണ്ട് നവീൻ അങ്ങനെ വാക്ക് കൊടുക്കുക. അങ്ങനെ വാക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ നവീൻ മനസ്സിന്തിക്കുകയാണ്, ഇത് തന്നെയാണ് കൂടുതൽ നന്ദുവിനെ എന്നിലേക്ക് അടുപ്പിക്കാനുള്ള ഒരിത്. കാരണം കേസ് ബാധിച്ച് ജയിക്കണം, ചേച്ചി പുറത്തിറങ്ങണം. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ അവൾക്ക് എന്നോടൊരു അടുപ്പവും ഇഷ്ടമൊക്കെ തോന്നും. അങ്ങനെ എൻ്റെ ഇഷ്ടവും എനിക്ക് അവളോട് തുറന്നു പറയാനായിട്ട് സാധിക്കും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ ഒരിക്കലും അത് നിഷേധിക്കില്ല എന്നിങ്ങനെ നവീൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നവീൻ ഇങ്ങനെ ഇരിക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദു നേരെ നയനയെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ നയനയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നന്ദു, നീ പോയിക്കോ, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഇല്ല ചേച്ചി തനിച്ചാക്കിയിട്ട് ഞാൻ പോകാനോ? ഒരിക്കലും ചേച്ചി, എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല. എൻ്റെ ചേച്ചി ആയില്ലോ ഒക്കെ പിന്നുള്ളിൽ കിടക്കുന്നത്. ആ ചേച്ചിയെ തനിച്ചാക്കിയിട്ട് എനിക്ക് പോകാനായിട്ട് സാധിക്കോ?
ഒരിക്കലും ഞാൻ പോകില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും ചേച്ചി. ഏതായാലും നവീനേട്ടനുള്ളത് കൊണ്ടിട്ടാണ് ഒരു ആശ്വാസം. നവീനേട്ടൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചി എങ്ങനെയെങ്കിലും പുറത്തിറക്കുമെന്ന്. ചേച്ചി കള്ളക്കേസ് കൊടുത്താണല്ലോ ഇവർ ചേച്ചിയെ കുടുക്കിയത്. അതിനുള്ള എല്ലാ തെളിവുകളും ഞങ്ങൾ ശേഖരിക്കുക തന്നെ ചെയ്യും. ചേച്ചിയെ കള്ളക്കേസ് കൊടുക്കിയവരൊക്കെ ഞാനും പൂട്ടും എന്നൊക്കെ ഇങ്ങനെ നന്ദു വാക്ക് കൊടുക്കുകയാണ്. അപ്പോഴേക്കും നയനയാണെങ്കിൽ എനിക്ക് പേടിയോ? എനിക്ക് ഒരു പേടിയില്ല മോളെ, കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ ഞാൻ പേടിക്കുന്നത്? എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് നയനയും നന്ദുവിനെന്നല്ല മനക്കെട്ടിങ്ങനെ കൊടുക്കുകയാണ് പേടിക്കേണ്ടെന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് കനകയെയും വേണുവിനെയാണ്. അപ്പോൾ കനക ചോദിക്കുകയാണ് എന്തായി കാര്യങ്ങളൊക്കെ, നമ്മുടെ നയനമോൾക്ക് പുറത്തിറങ്ങാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചപ്പോഴേക്കും ഉറപ്പായിട്ടും, പക്ഷേ അതിന് കുറച്ച് പാടുപെടും, കാരണം നവീനാണ് കേസ് വാദിക്കുന്നത്. ആ ഒരു ആശ്വാസം നമുക്കുണ്ട്. നവീൻ കേസ് വാദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കേസ് വിജയിക്കുമെന്ന് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അപ്പോഴേക്കും കനകമാണെങ്കിൽ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഗോവിന്ദേട്ടാ, ഇതിന് പിന്നിൽ കളിച്ചത് അഭി ആയിരിക്കാം, തീർച്ചയായിട്ടും അവൻ തന്നെ ആയിരിക്കും കളിച്ചിട്ടുണ്ടാവുക. അവനാണല്ലോ ആദർശിനെയും നയനെയും പൂട്ടണമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇവരാണല്ലോ അവനൊരു ഭീഷണിയായിട്ട് നിൽക്കുന്നത്. കാരണം സത്യങ്ങൾ മുഴുവൻ ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവരെ പൂട്ടിയില്ലെങ്കിൽ നവിയോട് സത്യങ്ങൾ മുഴുവൻ പറഞ്ഞ് എന്തെങ്കിലും തെളിവുകൾ അനുസരിച്ച് ചെയ്ത് എല്ലാം കുളം കലങ്ങി മറിയുമെന്ന് ഇവർക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ടാണ് ചിലപ്പോൾ നയനയെയും അഭിയെയും അഭിയല്ല ആദർശിനെയും കൊടുക്കാനുള്ള പണികളെല്ലാം ചെയ്തു കൂട്ടിയത്. അപ്പോൾ ഇവൻ തന്നെ ആയിരിക്കും അതിൻ്റെ പിന്നിലെന്ന് ഗോവിന്ദൻ പറയാണ്. അപ്പോഴേക്കും കനകമാണെങ്കിൽ എൻ്റെ ദൈവമേ, എൻ്റെ മോളെ ഞാനങ്ങനെ പുറത്തിറക്കുമെന്ന് ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. പിന്നെ നന്ദു അവിടെ ഉണ്ടല്ലോ, പിന്നെ നവീനുമാണല്ലോ കേസ് വാദിക്കുന്നത്. അതിൻ്റെ ഒരു ആശ്വാസമാണ് ഇപ്പം എൻ്റെ മനസ്സിലുള്ളത് ഗോവിന്ദേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് കനക അവിടെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനെയാണ്. അപ്പം മുത്തശ്ശനാണെങ്കിൽ ഹാളിൽ വന്ന് ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് മുത്തശ്ശി ഒന്ന് പറയണം ഇന്നലെ ഒരു തുള്ളി ഉറങ്ങിയില്ലല്ലേ ഇദ്ദേഹം എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല. എങ്ങനെ ഉറങ്ങാനാ, എൻ്റെ മോളെക്കുറിച്ച് മാത്രമായിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, മോളെ പുറത്തിറക്കാനുള്ള എല്ലാ കളികളും ഞാൻ കളിച്ചു കഴിഞ്ഞു. ഇനി അവളെ പുറത്തിറക്കും. ഇതിന് പിന്നിൽ ആരാണോ കളിച്ചത് അവരെയൊക്കെ ഞാൻ പൂട്ടിക്കുക തന്നെ ചെയ്യും. പിന്നെ അവർക്കുള്ള ശിക്ഷ എന്താണെന്ന് എനിക്കറിയാം. താങ്ങാൻ പോലും പറ്റാത്തൊരു ശിക്ഷയായിരിക്കും അവൾക്ക് ഞാൻ കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിക്കാണെങ്കിൽ ഞാനെക്കുറിച്ച് ഓർത്ത് സങ്കടം വരിക. അപ്പോഴാണ് ദേവയാനി കരഞ്ഞുകൊണ്ട് ഓടി അവരുടെ മുന്നിലേക്ക് എത്തുന്നത്. അച്ഛാ എന്തെങ്കിലും ചെയ്യണം അച്ഛാ, എൻ്റെ മോള് ലോക്കപ്പിൻ്റെ ഉള്ളിലല്ലേ അച്ഛ എന്ന് പറഞ്ഞപ്പോഴേക്കും മോള് ലോക്കപ്പിൻ്റെ ഉള്ളിലാണെങ്കിൽ നന്ദുവില്ലേ അവിടെ, പിന്നെ എന്താ കുഴപ്പം അച്ഛ? എങ്ങനെ അച്ഛ ഇങ്ങനെ പറയാനായിട്ട് കഴിയുന്നത്? അവൾ ഇന്ന് രാത്രി ലോക്കപ്പിനുള്ളിലാണ് കിടന്നുറങ്ങാനായിട്ട് പോകുന്നത്. ഇത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ് അച്ഛ. എത്ര നന്ദു ഉണ്ടെങ്കിലും ആരുണ്ടെങ്കിലും അവൾ ലോക്കപ്പിനുള്ളിലല്ലേ അച്ഛ. ഇതിനിപ്പോൾ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ആദർശിൻ്റെ പുറകെ ഇറങ്ങി പോയപ്പോഴേക്കും ആലോചിക്കണമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അതുകൊണ്ട് ഒരു ദിവസം ലോക്കപ്പിൽ കിടന്നെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. നന്ദു ആശ്വാസത്തിന് നന്ദുവൊക്കെ ഇല്ലേ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ദേവയാനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്ന ആലോചിച്ചിട്ട് ഒരു എത്തുപിടിയൊന്നും കിട്ടുന്നില്ല. പക്ഷേ അച്ഛാ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ. എൻ്റെ മോളില്ലെങ്കിൽ പിന്നെ ഞാനും ഇല്ല അച്ഛാ. എൻ്റെ മോളാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്. ആ മോളെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാച്ചാ എനിക്ക് ഈ ജീവിതം? എനിക്കതിൻ്റെ കാര്യമില്ല അച്ഛാ. എൻ്റെ മോള് നാളെ പുറത്തിറങ്ങിയിരിക്കണം. അല്ലെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല അച്ഛാ. ഇതെനിക്ക് പറയുന്നതിലും അപ്പുറമായി കഴിഞ്ഞു. അച്ഛനും വൈരാഗ്യവും ദേഷ്യമൊക്കെ ഉണ്ടാവും, പക്ഷേ എനിക്കങ്ങനെ നോക്കി നിൽക്കാനായിട്ട് പറ്റില്ല അച്ഛാ. ഈ കുടുംബത്തിലെ കുഞ്ഞാണ് നയനമോള്. നയനമോളുടെ വയലൊരു കുഞ്ഞുണ്ട്, ഈ കുടുംബത്തിലെ കുഞ്ഞ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. നമ്മളോട് ദേവേനെ അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അപ്പോൾ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ മുത്തശ്ശിനോട് പറയണ കേട്ടില്ലേ, ഇവിടെ ആർക്കും ഒരു സഹിക്കാൻ പറ്റുന്നില്ല. ഇതിനൊക്കെ പിന്നിലൊക്കെ കളിച്ചവരെ എല്ലാവരെയും പൂട്ടണം ഇദ്ദേഹം. അതിന് ഞാൻ കളി തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ വസുന്ധരെ. ഇനി ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണ്ട. ഇനി എന്താണ് കോടതിയിൽ വെച്ച് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. നവീനല്ലേ വാദിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ വാദിച്ചോളും. നയനമോള് പുറത്തിറങ്ങുമെന്ന് എനിക്ക് വിശ്വാസമാണ് എന്നൊക്കെ അവിടെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിക്ക് ചെറിയൊരു ആശ്വാസമൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയന.
അപ്പോൾ നയനയെ കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ള സമയമായി. അപ്പോൾ നന്ദു ആണെങ്കിൽ ലോക്കപ്പിൽ നിന്ന് ഇറക്കി നയനയെ പുറത്തേക്ക് ഇറക്കി നയനയും കൊണ്ട് വരികയാണ്. നയനയും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ദാവായിരുന്നു ആദർശിന് ആ ഒരു കാഴ്ച കഴിഞ്ഞപ്പോഴേക്കും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ആദർശ് നയനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്, നയന എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവിടുത്തെ CI ആണെങ്കിൽ ദേ വന്നല്ലോ, എന്തിന് ഇയാളിങ്ങോട്ട് വന്നത്? ഞാൻ എൻ്റെ ഭാര്യയെ കാണാൻ വേണ്ടി വന്നതാണ് സാർ, ഞാൻ കണ്ടിട്ട് പോയിക്കോളാം. പക്ഷേ കോടതിയിൽ വെച്ച് അവൾ പുറത്തിറങ്ങും സാർ. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ആരാണ് തെറ്റ് ചെയ്തത്? നീയാണോ ഇവൾക്ക് കൂട്ടുന്നത്? നീയാണോ കള്ളക്കടത്ത് സ്വർണ്ണങ്ങളെല്ലാം എത്തിച്ചു കൊടുത്തത്? അതുകൊണ്ടാണോ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്? സാർ, ഇങ്ങനെ മനസ്സാക്ഷി ഇല്ലാതെ സംസാരിക്കരുത് സാർ. അവളെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അത് അവളൊരു പരിഗണന സാർ എന്താ കൊടുക്കാത്തത് എന്ന് ചോദിച്ചപ്പോഴേക്കും സാറിന് അറിയാൻ പാടില്ലേ, അവൾക്ക് ഉറക്കമൊഴിയാൻ പാടില്ല, അവളങ്ങനെ നിലത്ത് കിടക്കാൻ പാടില്ലെന്നൊക്കെ അറിയില്ലേ? നയനെ, നീ കിടന്ന് ഉറങ്ങിയായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാൻ ഉറങ്ങി എൻ്റെ ആദർശേട്ടാ, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇവരൊക്കെ ചുമ്മാ എന്നെ പേടിപ്പിക്കാനായിട്ട് നോക്കുകയാണ്. ആ പേടിയിലൊക്കെ ഞാൻ എന്താ വീഴുമെന്നാണ് തോന്നുന്നത്? ഇല്ല, ഒരിക്കലും വീഴാനായിട്ട് പോകുന്നില്ല ആദർശേട്ടാ. പിന്നെ നന്ദു ഉറങ്ങാത്തത് എനിക്ക് വേണ്ടി കാവലിരിക്കുകയായിരുന്നു. അവളെയാണ് ആദ്യം പിടിച്ച് ഉറക്കേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഈ CI ആണെങ്കിൽ മതി നിർത്തിക്കോ. ഒരു ദിവസം ലോക്കപ്പിൽ കിടന്ന് ഉറങ്ങിയെന്ന് വിചാരിച്ചുകൊണ്ട് കുഞ്ഞിനൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. എല്ലാ ദിവസവും ഉറങ്ങുന്നതല്ലേ, പിന്നെന്താ ഒരു ദിവസം ഉറങ്ങിയില്ലെന്ന് വിചാരിച്ചു കുഴപ്പം എന്ന് CI പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആദർശിന് കാലി വരെയാണ്. എടോ, തന്നെ ഞാൻ ശരിയാക്കും, തനിക്ക് എന്നെക്കുറിച്ച് ശരിക്കും അറിയില്ലാത്തത് കൊണ്ടാണ്. താൻ ഏത് കൊമ്പത്തെ CI ആണെങ്കിലും കേസൊന്ന് കഴിയട്ടെടോ. നയന പുറത്തിറങ്ങുമെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങോടോ. മറ്റുള്ളവരെ വെച്ച് ഞങ്ങളെ കൊടുക്കാനുള്ള പരിപാടിയാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ കുടുംബത്തോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെച്ചേര്. തനിക്കായിരിക്കും അത് ദോഷം സംഭവിക്കാനായിട്ട് പോകുന്നത് എന്ന് ആദർശം നല്ല കിടിലൻ മറുപടി തന്നെയാണ് അവിടെ കൊടുക്കുന്നത്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.